ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പം ഇസൂസുയുടെ എസ് ക്യാബ് ഇസഡ് എന്ന് പറയുന്ന വാഹനമാണ്. ഈ ഒരു വാഹനം ഞാൻ നേരത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട്. ഇന്നിപ്പം ഞാനിത് കൊണ്ടുവന്നിരിക്കുന്ന വേറൊരു സ്പെഷ്യൽ കാര്യം കൂടെ കാണിക്കാൻ വേണ്ടി, അതായത് ഈ വാഹനത്തിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റ്സ്, അതായത് കമ്പനി തന്നെ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ആക്സസറീസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഫസ്റ്റ് കാര്യം ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ടയർ തന്നെയാണ്. ടയർ ആൻഡ് അലോയ്, അതായത് ഒരു 18 ഇഞ്ചിൻ്റെ ടയറും അലോയും കൂടെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 16 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന 18 ഇഞ്ചിൻ്റെ ടയേഴ്സും അലോയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ പലരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഒരു കനോപ്പി എന്ന് പറയുന്നത്. അതായത് ഇത്രയും ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇച്ചിരി ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നാലും ഓവറോൾ നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ സാധിക്കും. അതായത് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലത്തെ ഒരു പോർഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ക്യാബിൻ പോലെ തന്നെ വരികയാണ്. ഈ ഒരു മേളത്തെ പോർഷൻ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ ഈ ബാക്കിലത്തെ ഈ ഒരു പോർഷൻ, അതായത് ഒരു ഗ്ലാസ് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതൊരു നോർമൽ ഗ്ലാസ് മാത്രമല്ല, ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വയേഴ്സ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റിയർ ഡീഫോഗേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മഴയൊക്കെ ആണെങ്കിലും മഞ്ഞൊക്കെ ആണെങ്കിലും ഫോഗ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബാക്കിലത്തെ ഒരു പോർഷൻ കാണാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കമ്പനി ഫിറ്റഡ് ആണെങ്കിലുള്ള ഗുണങ്ങൾ. ബാക്കിയുള്ളതെല്ലാം ആസിറ്റീസ് നമുക്ക് സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഈ ക്യാബിൻ കാണാൻ സാധിക്കും. ഇത് ഡിസ്മാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഡിസ്മാൻഡിൽ ചെയ്ത് എടുക്കാനും സാധിക്കുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു പർപ്പസ് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്ന പ്രോഡക്ട്സ് നനയാതെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുക, അത് കഴിയുമ്പോൾ ഇതും അങ്ങോട്ട് അടച്ചിടാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ കമൻസ് കൊണ്ടൊന്ന് രേഖപ്പെടുത്തുക. പക്ഷേ ഇതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. വി ക്രോസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൈസ് കുറച്ച്, അതായത് ഏകദേശം ഒരു 12 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലോ. അടിപൊളിയല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ബ്ലാക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് എഡിഷൻ പോലെ തന്നെ ഇറക്കിയിരിക്കുന്നതാണ്. കാരണം ഈ ഒരു ബീഡിങ്സ് ഒക്കെ നമുക്ക് കാണാം, ഇത് ഫുൾ ബ്ലാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പോർഷൻസ് എല്ലാം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് എഡിഷനായിട്ട് തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമുക്ക് ഈ സൈഡിലോട്ട് വരാനാണെന്നുണ്ടെങ്കിലും ഈ സൈഡിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബാക്കിലത്തെ പോർഷനിലോട്ടും ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ, ഇത് ശരിക്കും ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇത് അത്രയും എടുത്ത് കാണാത്തത്, പക്ഷേ ഇവിടെ എല്ലാം സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമുക്ക് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഗ്രേഷ് കളർ വരുന്നുള്ളതുകൊണ്ട് ബ്ലാക്ക് വരുന്ന സ്ഥലങ്ങളിൽ പലതും നമുക്ക് വ്യക്തമാകുന്നില്ല. നമുക്ക് അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്തൊക്കെ ഇതിനകത്ത് ആര് ഇരിക്കാനുള്ളൊരു ഓപ്ഷൻ പറയുന്നില്ല, എന്നാലും നമുക്കിതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് പോകണമെങ്കിൽ എയർ സർക്കുലേഷൻ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷനും ഈ സൈഡിലും ആ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ലോക്ക്ഡാണ്, പുറത്തുനിന്ന് ഒരിക്കലും തുറക്കാൻ സാധിക്കത്തില്ല.